Now we will move on to the module 2. It is capital market structure, functions and instruments. We have already learned about capital market in the third semester. What are the major differences between the capital market and money market? And we know that capital markets are the market which mainly deals with long-term securities, and this capital market plays an important role in the economic development. They promote savings, they promote competition among the financial resources, they ensures greater efficiency, they generates employment opportunities, they helps in the policy formulation also. That is, the capital market is also known as securities market, and they mainly provides long-term funds, and it is used by the corporates, individuals as well as by the governments. Then ഇവിടെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾക്ക് അറിയാവുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് മാർക്കറ്റാണ് നമുക്ക് ഉള്ളത്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്, ദ നെക്സ്റ്റ് വൺ ഈസ് ദി മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ദി ലോങ് ടേം സെക്യൂരിറ്റീസ് ആൻഡ് മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ദി ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഓർ ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ്. ഇവിടെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം, അതായത് ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിന് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇവരെ നമ്മുടെ സേവിങ്സ് ഒക്കെ മൊബിലൈസ് ചെയ്ത് ലോങ് ടേം പർപ്പസസിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ബേസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതുപോലെ കോർപ്പറേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ ആക്കുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡെവലപ്സ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഓൾസോ ഇറ്റ് ഡെവലപ്സ്. So there exists a link between the economic growth and the development of capital market, and this capital market has an important role in the economic development also. They mobilized savings are used for investment, allocation of capital, stimulates long-term economic growth. That is, they channelizes the savings to the economic growth. The meaning and the definition, or these capital markets are, the capital market occupies an important role, and we know that capital is crucial for the development or the functioning of the economy, and this crucial factor is provided by the capital markets. And capital markets are the markets for buying and selling of equity and debt instruments. Therefore, what is a capital market? Capital markets are markets for buying and selling of equity and debt market. Capital market എന്ന് പറയുന്നത് എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇക്വിറ്റി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാപ്പൻ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സേവിങ്സ് നമ്മൾ ഇത് മൊബിലൈസ് ചെയ്തിട്ട് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന ഒരു സർക്കിളിലേക്ക് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ മെയിനായിട്ടും ബോണ്ട് സെക്യൂരിറ്റി, അങ്ങനെയുള്ള സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ദിസ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, ഓർ ഇറ്റ് കംപ്രൈസസ് ഓഫ് ടു ടൈപ്സ് ഓഫ് മാർക്കറ്റ്. വൺ ഈസ് ദ പ്രൈമറി മാർക്കറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി സെക്കൻഡ് വൺ ഈസ് ദി സെക്കൻഡറി മാർക്കറ്റ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ രണ്ട് മാർക്കറ്റ് ഉണ്ട്, പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ദി സെല്ലിംഗ് ഓഫ് ദി fresh securities, and the secondary market deals with the sale and purchase of the second hand or the existing securities. And this securities market can be, or secondary market can be further divided into stock markets and bond markets. And stock market എന്നും ബോണ്ട് മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഫ്ലോ ഓഫ് ഫണ്ട്, അതായത് ആരാണ് ഫണ്ടുകൾ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ദി ക്യാപിറ്റൽ മാർക്കറ്റ് സപ്ലൈ ഓഫ് ഫണ്ട്സ് കംസ് ടു ദി ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഫ്രം ഇൻഡിവിജ്വൽ, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർ, മെർച്ചന്റ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ലൈക്ക് ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻസ് ഹൗസസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, വെഞ്ചർ ക്യാപിറ്റൽ, ലീസ് ഫിനാൻസിങ്, മ്യൂച്വൽ ഫണ്ട്, ബിൽഡിംഗ് സൊസൈറ്റീസ് എക്സെട്ര. ഇവരൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. ആരൊക്കെ? ഇൻഡിവിജ്വൽസ് ഉണ്ട്, മെർച്ചന്റ് ബാങ്ക്സ് ഉണ്ട്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ്, ഫിനാൻസ് ഹൗസസ്, യൂണിറ്റ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, വെഞ്ചർ ക്യാപിറ്റൽ, ലീസ് ഫിനാൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് സപ്ലൈ ഓഫ് ഫണ്ട് നടത്തുന്നത്. ആൻഡ്
the demand for fund ആരാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുക സപ്ലൈ ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള അതായത് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റും അങ്ങനെയുള്ളവർ ഡിമാൻഡ് ഫോർ ഫണ്ട്സ് കംസ് ഫ്രം ദി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഫോർ വർക്കിംഗ് ആൻഡ് ഫിക്സ്ഡ് ക്യാപിറ്റൽ asset and inventories and from the local state central government improvement trust port trust etc ഇവരൊക്കെയാണ് മെയിനായിട്ടും ഡിമാൻഡ് ചെയ്ത് ഗവൺമെൻറ് ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഇവിടുന്ന് ഡിമാൻഡ് ഇവിടെ ക്യാപിറ്റൽ എടുക്കുന്നുണ്ട് അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ടും ഫിക്സ്ഡ് ക്യാപിറ്റലായിട്ടും ഇവരുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ട്രസ്റ്റുകൾ അവരൊക്കെയാണ് മെയിനായിട്ടും ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം സപ്ലൈ ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് ആര് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫോർ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് മാർക്കറ്റ് ആണ് ഇവർ ഇക്കണോമിക് ഗ്രോത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് മൊബിലൈസ് സേവിങ്സ് ചെയ്തുകൊണ്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ക്യാപിറ്റൽ ഫോർമേഷനെയും ഇക്കണോമിക് ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്നു ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ടാവും പ്രൈമറി മാർക്കറ്റ് ഉണ്ടാവും സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടാവും പ്രൈമറി മാർക്കറ്റിൽ എന്ന് പറയുന്നത് ന്യൂ സ്റ്റോക്സ് ഓർ ബോൺസ് ആർ ഇഷ്യൂഡ് സെക്കൻഡറി മാർക്കറ്റ്സ് ആർ മാർക്കറ്റ്സ് ഫോർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് സെക്കൻഡറി മാർക്കറ്റിന് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ബോണ്ട് മാർക്കറ്റ് എന്നും രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഇവിടെ സപ്ലൈ ഓഫ് ഫണ്ട്സ് ആരിൽ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസ് ഉണ്ട് മർച്ചന്റ് ബാങ്ക്സ് ഉണ്ട് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഫിനാൻസ് ഹൗസസ് യൂണിറ്റ് ട്രസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് സപ്ലൈ ചെയ്യുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുണ്ട് ലോക്കൽ ഗവൺമെന്റ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ്സ് ഉണ്ട് ട്രസ്റ്റുകളുണ്ട് ഇവരൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആരാ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കപ്പേരിൽ അറിയുന്ന സെബിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഓർത്ത് വയ്ക്കേണ്ടത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കൺട്രോൾസ് ദി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ നൗ what are the characteristics of or the features of capital market we know that capital market is a market for medium term and long term funds അതായത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് മീഡിയം ടേം അതുപോലെ ലോങ് ടേം ഫണ്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിൽ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് അവരൊക്കെ പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസും അതുപോലെ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്സ് and the major following are the important features or characteristics of a capital market. Major characteristics or features are given below. First one, they are the linkers between the savers and investment opportunities. Or this capital market is a crucial link between saving and investment process. Capital market transfers money from savers to the entrepreneurial borrowers. അതായത് നമ്മുടെ സേവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എൻ്റർപ്രണറിയൽ ബോറോവേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ പണം എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ ലിങ്ക് ദി സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സെക്കൻഡ് വൺ ദ ഡീൽസ് ഇൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ദ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവർ മെയിനായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ഫോർ ലോങ് ആൻഡ് മീഡിയം ടേംസ് ഇറ്റ് ഡസ് നോട്ട് ഡീൽസ് വിത്ത് ദി ഷോർട്ട് ടേം ഫണ്ട് ട്രാൻസാക്ഷൻ Third one is it utilizes intermediaries. Now that is capital market utilizes different intermediaries such as brokers, underwriters, depositories, etc. These intermediaries act as working organs of capital markets and are very important element of the market. അതായത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വർക്കിംഗ് ഓർഗൻ എന്ന് പറയുന്നത് കുറേ ഇൻ്റർമീഡിയറീസ് ആണ് ആ ഇൻ്റർമീഡിയറീസ് ആരൊക്കെയാണ് ബ്രോക്കേഴ്സ് ഉണ്ടാവും അണ്ടർറൈറ്റേഴ്സ് ഉണ്ടാവും ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാറ്റഗറിയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർമീഡിയറീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഫീച്ചറുണ്ട് ഫസ്റ്റ് വൺ സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ലിങ്ക് ചെയ്യുന്നു സെക്കൻഡ് വൺ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരെ ഇൻ്റർമീഡിയറീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ഫോർത്ത് പോയിന്റ് the determinants of capital formations. The activities of the capital market determines the rate of capital formation in an economy or capital market offers attractive opportunities
to those who have surplus fund to invest, to save, and the saved amount can be used for investment, and thereby it enhances the capital formation. അതായത് നമ്മുടെ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഒരു ഇക്കോണമിയുടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ സേവിങ് സർപ്ലസ് ഫണ്ടുള്ള നമ്മൾക്ക് സേവിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചാനലൈസ് ചെയ്ത് ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തി ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ഫീച്ചർ ഈസ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് പ്ലേസ് ഫോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ടു ഈസിലി പർച്ചേസ് ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. അല്ലെ, നമുക്കറിയുന്ന കാര്യമാണ് ഇതൊരു റെഡി ആൻഡ് കണ്ടിന്യൂസ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയാൽ കിട്ടും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, സെല് ചെയ്യാം. അതായത് ഇറ്റ് ഈസ് എ റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് ഫോർ പർച്ചേസ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി. ഇറ്റ് ഈസ് easy marketability makes investment in securities more liquid. Easy marketability in investment easy marketability enables easy investment, and it enables the liquidity, or it ensures the liquidity of investment also. Then sixth one, അതായത് ready and continuous market ആണ്. then എന്നുള്ളതാണ് അവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ്. ദെൻ സിക്സ്ത് പോയിന്റ് ഈസ് ഈസി ലിക്വിഡിറ്റി. And with the help of the capital market, the investors can sell off their holdings and convert them into liquid cash. Commercial banks also allows investors to withdraw their deposit as and when they are in need of funds. Then ഇൻവെസ്റ്റേഴ്സിന് ഈസി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് can sell off their holdings and convert them into liquid cash. അതായത് നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഷെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പറ്റുന്ന ഒരു മീഡിയം കൂടി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കൂടിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. ഈസി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സിക്സ്ത് ഫീച്ചർ എന്ന് പറയുന്നത്. Then seventh feature, government rules and regulations. That is, capital market operates freely, but they functions under the guidance of government policies, and they have separate framework of government rules and regulations, and the stock exchanges works under the regulation of Securities and Exchange Board of India, SEBI, especially in India, which is a government body. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, ബട്ട് ദേ ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെൻറ് പോളിസി. ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്, സെബി ആണ്. ആ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡിയാണ് എന്നുള്ളതാണ് അനദർ ഫീച്ചർ. ദറ്റ് ഈസ് ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് capital market. They are the link between the savers and investors. They provide long-term investment. They utilize intermediaries like the brokers, shareholders, brokers, underwriters, depositories, etc. They are the determinants of capital formation in the economy. They ensure ready and continuous market for securities. They provide easy liquidity to the assets and shares. Then they have to follow rules and regulation, government rules and regulations. ഇത്രയാണ് ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ഈ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കണം എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. Then ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താണ് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് വൺ, make a strong link between savers and investors. The capital market നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. They act as a link or intermediary between the savers and investors. They mobilizes the savings and divert them into the productive investment. In this way, capital market plays an vital role in transferring the financial resources from
surplus and wasteful areas to the deficit and productive areas, and this helps to increase in productivity and prosperity of the country. അവരുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവർ സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മൊബിലൈസ് ചെയ്തിട്ട് സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ചാനലിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് സർപ്ലസ് ആയിട്ടുള്ള വേസ്റ്റ്ഫുൾ ഏരിയയിലേക്ക് പോകുന്ന ക്യാപിറ്റലിനൊക്കെ അവർ മൊബിലൈസ് ചെയ്തിട്ട് ഡെഫിസിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ഏരിയയിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി കൺട്രി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോസ്പെരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒരു ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ദാറ്റ് ഈസ് ദേ ആർ ദ ലിങ്ക് ബിറ്റ്വീൻ ദി സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദേ മൊബിലൈസസ് the funds, and it is diverted to or transferred to the productive sectors, and thereby the economic growth or the productivity and prosperity of the country increases. Second one, it fosters saving habits, and അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നമ്മൾക്ക് സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യണു എന്നുള്ളതാണ് നമ്മൾക്ക് സെക്കൻഡായിട്ട് സെക്കൻഡായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ദി പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആക്സലറേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതിൽ അതായത് നമ്മൾ സേവിങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ ഫോർമേഷനും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഷെയർസ്, സെക്യൂരിറ്റീസ്, ബോണ്ട്സ് induces savers to lend to the government and invest in industries. With the development of financial institution, capital becomes more mobile, interest rate falls, and investment increases. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ക്യാപിറ്റൽ ബിക്കംസ് മോർ മൊബൈൽ, കൂടുതൽ സഞ്ചരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ കൂടുതൽ മൊബിലിറ്റി ഉണ്ടാകുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യുന്നു, ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ്, നമ്മളുടെ ഇറ്റ് പ്രൊമോട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ആക്സലറേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ. ദെൻ ഫോർത്ത് പോയിന്റ് ഈസ് ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് സസ്റ്റെയിൻസ് ഇക്കണോമിക് ഗ്രോത്ത്. പ്രൊമോട്ട്സ് ആൻഡ് സസ്റ്റെയിൻസ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് സ്മൂത്തൻസ് ആൻഡ് ആക്സലറേറ്റ്സ് ദി പ്രോസസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇത് സ്മൂത്തൻ ചെയ്യുന്നു, ആക്സലറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ സ്മൂത്തൻസ് ആൻഡ് ആക്സലറേറ്റ്സ് various markets and capital markets like non-banking financial intermediaries etc. allocate resources rationally in accordance with the development needs of the country. നമ്മുടെ ഇക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് നമ്മളുടെ ഇക്കണോമിയുടെ അല്ലെങ്കിൽ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ രീതിയിൽ റിസോഴ്സസ് റാഷണലി അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. Fifth function is stability in security prices. ഈ stability in security prices മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. The capital market tend to stabilize the value of stocks and securities and reduces the fluctuations. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി വൊളാറ്റൈൽ ആണ്, ബട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്സ് ടു റിഡ്യൂസ് ദിസ് വൊളാറ്റിലിറ്റി or helps to maintain stability in the security prices. Sixth point is with a promotion of industrial growth. Industrial sector or these capital markets are the markets which transfers resources to the industrial sectors which needs huge amount of capital for their development, and thereby it encourages to invest in productive activities, and this stimulates industrial growth and economic development of our country. അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമുള്ളതാണ്. ഇങ്ങനെ ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആണ് അതിനാവശ്യമുള്ള അതിനാവശ്യമുള്ള ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നതും അങ്ങനെ ആ ഇക്കണോമിക് ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദേ പ്രൊവൈഡ്സ് വേരിയസ് technical assistance, advisory services related to the preparation of feasibility report, identifying growth potentials, training to the entrepreneurs in project management, financial intermediaries
etc. These financial intermediaries plays an important roles. അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ഹെൽപ്പ് ഇവർ ചെയ്യുന്നുണ്ട്. എന്തുള്ളത് പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഐഡൻറ്റിഫൈങ് ദി ഗ്രോത്ത് പൊട്ടൻഷ്യൽസ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദി എൻ്റർപ്രണേഴ്സ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും ടെക്നിക്കൽ സപ്പോർട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. ദെൻ റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ്. റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും നഷ്ടത്തിലൊക്കെ വരുന്നിട്ടുള്ള യൂണിറ്റ്സുകളുടെ റിവൈവൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. This helps to revive the economy, or it helps to reduce the industrial sickness, and the economic development is promoted by reviving the sick units, or they provides financial assistance for sick unit to revive. The ninth point is provision of variety of services. These capital markets provides a variety of services such as grant of long-term and short-term loans to entrepreneurs, provision of underwriting facilities, assistance in promotion of companies, participation in equity capital, giving export services, etc. ഇങ്ങനെയുള്ള കുറേ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസസ്? ലോങ് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ടു എന്റർപ്രണേഴ്സ്, provision of underwriting facilities, assistance in promotion of companies, participation in equity capital, giving of expert advising എന്നുള്ള വെറൈറ്റി സർവീസസും കൊടുക്കുന്നുണ്ട്. Then they provides a lot of beneficial services to investors also. That is, capital market provides variety of services to the investors who likes to invest in capital market. First one, it brings together the buyers and sellers and ensures the investment opportunities. By advertising security prices, stock exchanges enable the investors to keep track of their investment and channelize them into most profitable lines. Usually നമ്മൾക്കറിയാം എന്താണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ എപ്പോഴും അവർ ആ ഒരു സ്ക്രീൻ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും, സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും എത്രയാണ് ചേഞ്ചസ് പ്രൈസിൽ വരുന്നത്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൽ കൂടി ഇൻവെസ്റ്റേഴ്സ് ക്യാൻ കീപ് ദെയർ ട്രാക്ക് of investment on, and they can channelize into most profitable lines. ഇവരുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഏതിലിടണം ഏതിലിടണ്ട എപ്പോൾ വിഡ്രോ ചെയ്യണം അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുവരുന്നു. സെക്കൻഡ് വൺ, ദേ പ്രൊവൈഡ്സ് വേരിയസ് advertisement services for investing as well as making profit out of that. Then third one is it safeguards the interest of investors by compensating them from stock exchange compensating fund in the event of fraud and default. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കോമ്പൻസേറ്റിംഗ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ ഡിഫോൾട്ടോ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് ആ ഫണ്ട് റീഇംബേഴ്സ് ചെയ്തുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള സർവീസും അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഹെൽപ്പുകൾ എന്ന് പറയുന്നത്. അതായത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ സപ്ലൈ ഫണ്ടിന് ആവശ്യമുള്ള ഈ ഡിമാൻഡും കണ്ടുപിടിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവന്യൂ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. തേർഡ് വൺ, നമ്മൾക്ക് എന്തെങ്കിലും ഡിഫോൾട്ട്സ് അല്ലെങ്കിൽ ഫ്രോഡ് സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കോമ്പൻസേറ്റിംഗ് ഫണ്ടിൽ നിന്നും അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും അവിടെ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഫങ്ഷൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേണം ഇത് എഴുതാൻ. സേവേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ ലിങ്ക് ചെയ്യുന്നു. ദേ പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ്സ് ആൻഡ് ദെൻ പ്രൊമോട്ട്സ് the investment capital formation, promotes and sustain economic growth, stability in security price promotion of industrial growth. They provide various technical assistance. They revive the sick units. They provide variety of services. എന്തൊക്കെ വെറൈറ്റി ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ലോങ് ടേം ഷോർട്ട് ടേം ലോൺസ് എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്നു, പ്രൊവിഷൻ ഓഫ് അണ്ടർറൈറ്റിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നു, പ്രൊമോഷൻ ഓഫ് കമ്പനീസിന് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുന്നു, പ്രിപ്പറേഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽസ്, അങ്ങനെ എക്സ്പേർട്ട് അഡ്വൈസ് ഇതൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ബെനിഫിഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു ക്യാപിറ്റൽ